വയസ്സാവണം ഇന്ത്യയിൽ ഒരു കുറ്റകൃത്യം ചെയ്താൽ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ, അല്ലേ? നിർഭയ കേസ് പോലുള്ള വലിയ കേസുകളടക്കം ഇവിടെ 18 വയസ്സിൻ്റെ താഴെയുള്ള പ്രിവിലേജ് കിട്ടി പല ക്രിമിനൽസും പുറത്തിറങ്ങി നടക്കുക. 14 വയസ്സുള്ള പിള്ളേർ പോലും കൂടെയുള്ള ഫ്രണ്ടിനെ ബ്രൂട്ടലി റേപ്പ് ചെയ്തിട്ടും നമ്മുടെ നിയമം അവരെ ശിക്ഷിക്കുന്നില്ല. 15-16 വയസ്സുള്ള ഈ കഴിഞ്ഞ ദിവസം ബോംബെയിൽ പോലും ബർത്ത്ഡേ പാർട്ടിക്ക് പോയ പെൺകുട്ടീനെ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ റേപ്പ് ചെയ്തു. സോ ഈ 18 വയസ്സ് താഴെയുള്ള ആൺകുട്ടികൾ കുറ്റം ചെയ്താൽ അവരെ വെറുതെ വിടണോ വിടണ്ടയോ? ഈ നിയമത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിയമത്തിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല സാർ. ഇന്ത്യ വളരെ വലിയൊരു രാജ്യമാണ്. ഇന്ത്യയിൽ ഇത്രയധികം പോപ്പുലേഷൻ ഉണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറ്റത്തിനെ ഞാൻ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യല്ല. പക്ഷേ ജുഡീഷ്യറി എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ പറയി കഴിയുമ്പോൾ ദേ ഡിസൈഡ് ആൻഡ് ഏജ് ടു മേക്ക് ദ പ്രോസസ് ഈസിയർ. ഇതിപ്പോൾ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞു, അയാൾക്ക് പ്രായം കുറേ, ദർ ഇസ് എ ജുവനൈൽ ജുഡീഷ്യറി ഫോർ ദം. അവരെ ജുവനൈൽ രീതിയിലാണ് ശിക്ഷിക്കുന്നത്. അല്ലാതെ 18 വയസ്സിന് താഴെ കുറ്റം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ശിക്ഷിക്കപ്പെടണം. 18 വയസ്സിന് മുകളിലേക്ക് എത്തുമ്പോൾ ശാരീരികമായിട്ട് അവർക്കൊരു അവർ വളരുന്നതായിരിക്കും. അപ്പോൾ 18 വയസ്സിന് ശേഷം എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി ഹാസ് ഫിക്സ്ഡ് എ ലിമിറ്റ്. എന്തെങ്കിലും നിമി, ഇവിടെ എനിക്കൊരു പ്രശ്നമുണ്ട്. കാരണം ഈ 18 വയസ്സ് താഴെയുള്ള കുട്ടികളെയാണ് ഇവർ വലിയ ക്രിമിനൽസ് മുന്നിൽ നിർത്തി കളിക്കുന്നത്. ഡ്രഗ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പെൺകുട്ടികളെ ചതിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒക്കെ. അപ്പോൾ ഇത് പഴയ ഒരു നിയമമാണ് ഈ 18 വയസ്സ്. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഭയങ്കര അഡ്വാൻസ്ഡായി. ഈ 18-ൽ ഒരു 16-ലേക്ക് ഇത് മാറ്റണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല സർ. 18-ന് 16 അല്ല, കുറ്റം ചെയ്യുന്നത് ഏതൊരു വ്യക്തിയാലും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് 16 വയസ്സായാലും 14 വയസ്സായാലും നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു രാജ്യമെന്നുള്ള രീതിയിൽ അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചതാണ് 18 വയസ്സ്. ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളും എല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടത് നല്ലതാണ്. അത് അവർ ചിന്തിച്ച് ഗവൺമെൻറ് എന്താ തീരുമാനമെടുക്കുന്നത് അതനുസരിച്ച് മാറ്റിയാൽ നല്ലത്. പക്ഷേ തീർച്ചയായും 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ശിക്ഷകൾ കുറച്ചും കൂടി കഠിനമാക്കണം. ജുഡീഷ്യറി ശിക്ഷകൾ കഠിനമാക്കുകയും അതുപോലെ തന്നെ വിധികൾ വരുമ്പോൾ അത് ഡിലേ ചെയ്യാതെ പെട്ടെന്ന് അതിന് വിധികൾ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നിമി, അയലോക്കത്തെ വീട്ടിലൊക്കെ പോയിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ച് ഇനിയും നടക്കുക. ആ സ്വഭാവം ഒന്നും മാറ്റണ്ട, അല്ലേ? അതെ, ഞാൻ അയൽക്കത്തെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ കയറി നടക്കുന്നതാണ്. നമ്മുടെ ഈ സ്വയംവര സിൽസിൻ്റെ ഈ കൊല്ലത്തെ ടാഗ് ലൈൻ തന്നെ ബി ദ റിയൽ യു എന്നാണ്. ഞങ്ങളിങ്ങനെ മേക്കപ്പ് ചെയ്തും ഡ്രസ്സ് ചെയ്തൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയേക്കുന്നതാണ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഞാൻ ഭയങ്കര പോഷ് ഹൈ ക്ലാസ് അങ്ങനെയൊന്നും അല്ല. ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാർ ഒരു കുട്ടി തന്നെയാണ്. വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നാളെയോ മറ്റെന്തെയോ മിസ് കേരള ആയാലും ഇല്ലെങ്കിലും റോട്ടി കൂടി വട്ടവും നീളമൊക്കെ ഞാൻ നടക്കുന്നത് കാണാം. മേ ബി ഈവൻ വിത്ത് ഓർ വിത്തൗട്ട് മേക്കപ്പ് ഞാൻ ഹാപ്പിയാണ്. ആൻഡ് സർ, ഞാൻ എൻ്റെ നാട്ടിലും സാറ് വന്നിട്ടുണ്ട് ഒരു വട്ടം. ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ. അന്ന് സാർ ഞങ്ങളുടെ ഇവിടെ സുഹൃത്ത് സദൻ എന്ന് പറഞ്ഞൊരു വില്ലേജുണ്ട്. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റിൽ. ഈവൻ ഐ വാസ് ദെയർ. ഐ എം കംഫർട്ടബിൾ ഇൻ മൈ ഓൺ സ്കിൻ. ദിസ് ഇസ് എ പ്ലാറ്റ്ഫോം ദാറ്റ് ഐ ഗോട്ട്, സോ ഐ പ്രസൻറ്റഡ് മൈ സെൽഫ്. അങ്ങനെയാണ് ജീവിക്കുന്നത് സാർ. ഒരു ചോദ്യം കൂടി. Yes sir. Yes sir. What is your call on containing the LGBTQI community in the society? നേരത്തെ നമ്മൾ ജെൻഡർ പറയുമ്പോൾ 1, 2 എന്ന് പറഞ്ഞു. സോ അങ്ങനെ പലർക്കും ഇവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഈ സൊസൈറ്റിയിൽ. ദേ ലാക്ക് കോൺഫിഡൻസ് ആൻഡ് ദേ ആർ ഇൻസെക്യൂർഡ്. സോ വാട്ട് ഈസ് യുവർ കോൾ ഇൻ ദാറ്റ്? ആൻഡ് എന്താണ് ഇതിനൊരു പരിഹാരമായി നിമ്മി സൊസൈറ്റിയിലേക്ക് അവർക്ക് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്? സോ ഫോർ എ വെരി ലോങ് ടൈം നമ്മുടെ സൊസൈറ്റിയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞൊരു ജെൻഡറിനെ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നൗ വി ഹാവ് പീപ്പിൾ ആർ കമ്മിങ് ഫോർവേഡ്. ദേ ഐഡൻറ്റിഫൈ ദംസെൽവ്സ് ആസ് ഹ്യൂമൻ ബീങ്. ഓരോരുത്തരുടെ സ്വഭാവം, ഇഫ് യു ടേക്ക് ഫ്രം 1 to 10, എല്ലാവരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. സോ LGBTQ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പുതിയതായിട്ടാണ് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് മൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് കാണുന്നതാണ്. ഈ കൺസെപ്റ്റ് കേരളത്തിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും പുതിയതാണ്. ആളുകൾ മുന്നോട്ട് പുതിയതല്ല, ഇത് അംഗീകരിച്ചു വരുന്നതേ ഉള്ളൂ. അംഗീകരിച്ചു വരുന്നു എന്നുള്ളതേ ഉള്ളൂ, ഇത് പുതിയതല്ല. യെസ്, ദ കൺസെപ്റ്റ് ഈസ് ന്യൂ ടു പീപ്പിൾ ഇൻ ദ സെൻസ് ദേ നമ്മുടെ ഇടയിലേക്ക് എന്തായാലും ഒരു പുതിയ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ അംഗീകരിക്കാൻ വേണ്ടി അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗേ എന്ന നിലയിലോ ട്രാൻസ്ജെൻഡർ എന്ന നിലയിലോ ഞാൻ മറ്റുള്ള ഒരാളെ കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഓരോരുത്തരുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് അവരെ യുണീക്ക് ആക്കുന്നത്. സോ ദേ ആർ ബ്യൂട്ടിഫുൾ ആസ് എ പേഴ്സൺ. വൈ വുഡ് ഐ വോണ്ട് ടു റെസ്ട്രിക്ട് ദം ടു എ ജെൻഡർ?
So if they are comfortable in their own skin, their own personality, I'm happy to accept them the way they are. So how would you tell the society that we should contain people like them? അവരെ എങ്ങനെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യണമെന്നോ സൊസൈറ്റിയോട് നമ്മൾ എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുക? വാട്ട് വുഡ് ബി യുവർ പ്രൊപ്പഗാൻഡ? എന്തായിരിക്കും? സൊസൈറ്റിയിലേക്ക് നമ്മൾ ഒരു കാര്യം ഇൻസ്റ്റിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. ഫോർ എക്സാമ്പിൾ JCB ആദ്യം വന്ന കാലത്ത് ഞങ്ങളുടെ ജോലി പോകും എന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഇവിടെ സമരം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത് ഞങ്ങളുടെ ജോലി പോകും എന്ന് പറഞ്ഞ് ഒത്തിരി പേര് സമരമായിട്ട് മുന്നോട്ടൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഗിവിങ് എൻ എക്സാമ്പിൾ. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള പേഴ്സണാലിറ്റി, പല വിധത്തിലുള്ള ചിന്താഗതികളുള്ള ആൾക്കാരാണ്. അവരുടെ ഇടയിലേക്ക് പുതിയൊരു ചിന്ത ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള ഇറ്റ്സ് എ ലോങ് പ്രോസസ് ആൻഡ് എ ഗ്രാജുവൽ പ്രോസസ്. സോ വാട്ട് ഐ ക്യാൻ ഡു ഈസ് ദാറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇഫ് ഐ ബിക്കം മിസ് കേരള ഓർ നോട്ട് മിസ് കേരള, ഞാൻ എൻ്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഐ തിങ്ക് ദറ്റ് സോഷ്യൽ മീഡിയ ഇസ് ഇൻഫ്ലുവൻസിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ റൈറ്റ് നൗ. സോ വിത്ത് സോഷ്യൽ മീഡിയ ഐ ക്യാൻ ഗീവ് സപ്പോർട്ട് ടു ദം. ദാറ്റ് ഈസ് എവിടെയെങ്കിലും അവർക്കെതിരെ അവർ ചൂഷണം ചെയ്യുന്നതായോ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതായിട്ടോ കഴിഞ്ഞോ ദർ ആർ ഓൾവേസ് നെഗറ്റീവ് കമൻറ്റ്സ് കമ്മിങ്. പക്ഷേ അവരൊരു പോസ്റ്റ് ഇട്ട് അതിൻ്റെ അടിയിലുള്ള പോസിറ്റീവ് കമൻറ്റ്സ് വളരെ കുറവാണ്. അവരെ പ്രൊമോട്ട് ചെയ്യുന്നതും വളരെ കുറവാണ്. ഐ തിങ്ക് ദറ്റ് ഐ ക്യാൻ ഡു ദാറ്റ് ആൻഡ് ഐ ക്യാൻ ബി വിത്ത് ദം, അറേഞ്ച് ക്യാമ്പയിൻസ്. കോളേജുകളിലേക്ക് എനിക്ക് പോകാൻ സാധിക്കും. ഐ വിൽ മേക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കോളേജ് ലെവലിലേക്ക്, സ്കൂൾ ലെവലിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത് സർ. All the very best for that. I have a question for you. Yes, sir. See, today we are in the age of multiple genders. Okay, not only man, woman. You have so many things. Okay, like trans. 5000 varsham kazhnya, when archaeologists are digging up the earth and finding out about our culture, they will only come up with 2 genders. They don't have multiple genders. Either you're a man or a woman. What do you think about that? It is big. Thank you for the question, sir. I think. From now on, are you speaking or what happened in the past? No. It's relevant from the beginning of time till the future, as long as humanity goes. Okay, sir. Namala archaeologists ille, Yes, sir. Yes, sir. Mumbai. They are not going to find out if you are a transgender or if you are a lesbian or if you are a gay guy or nothing. They only know 2 genders. They take the skeleton, they conduct the carbon test, they see the bone structure, and they tell you female or male. Yes, sir. What do you think about that? യെസ് സർ, ബട്ട് ഐ ഓൾസോ തിങ്ക് ദാറ്റ് ഒരു 5000 കൊല്ലം മുമ്പ് നമ്മൾ ഡിഗപ്പ് ചെയ്യുമ്പോൾ ബോൺസും സ്കെലിറ്റൻസും മാത്രമല്ല കിട്ടിയിരുന്നത്, കേവുകളുടെ ഉള്ളിൽ എൻഗ്രേവിങ്സ് ആയിട്ടും റൈറ്റിംഗ്സ് ആയിട്ടും ഉണ്ടായിരുന്നു. സോ ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഫ്രം 5000 years from now, I will write it down. There are transgenders, male and female. No, but we are talking about the identification. It Yes, is sir. not social living style. It is Sir, I would like to interrupt. I know that's a very quality conversation going Yes. on, but we are running in short of time. Very sorry for that, sir. And a big round of applause to Thank her you, as thank well. you, And thanks for everyone. the very quality questions you were shooting to them. Thank you. Very well answered, Nimi. And the applause you received is truly well deserving. Moving on to the next contestant, Ashiki. പ്രണയം, വാട്ട് യു തിങ്ക്? എന്താണ് പ്രണയത്തിന് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വാട്ട് യു തിങ്ക്? ഇതിനെ നമുക്ക് പ്രണയമില്ലായ്മ എന്നല്ല പറയേണ്ട, മനുഷ്യത്വമില്ലായ്മ എന്നാണ് പറയുന്നത്. ലൈക്ക് ബീങ് എ ഹ്യൂമൻ ഡസൻ മേക്ക് യു ഹ്യൂമൻ ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഹ്യൂമാനിറ്റി എന്നൊരു ഇമോഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു നീഡ് ടു ഏൺ. നമ്മൾ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി എന്ന് മനസ്സിലാക്കേണ്ട ഒരു ഇമോഷനാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈവസി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പ്രിവസി, നമ്മുടെ ബൗണ്ടറീസ്, നമ്മുടെ ബാക്കിയുള്ളവർ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം
അതേപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ നോ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം, മറ്റൊരാളുടെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യാൻ പറ്റണം. അവരൊരു ബൗണ്ടറി വരച്ചാൽ അതിനെ